ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓൺട്രപ്രണർഷിപ്പ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സമാപിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അഹമ്മദാബാദിന്റെ ഇംപ്ലിമെന്റിംഗ് പാർട്ണറായ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മ്യൂറൽ പെയിന്റിംഗിൽ 26 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 89 വനിതകളുടെ ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളും കോഴിക്കോട്ടെ മറ്റ് വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും പോലീസ് ക്ലബിൽ പ്രദർശിപ്പിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 89 വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. EDII പ്രോഗ്രാം കോർഡിനേറ്റർ ശരത് ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. 50-60 വർഷം മുമ്പ് ഇതുപോലെ പൊതുവേദിയിൽ വനിതകൾക്ക് പങ്കെടുക്കാനോ സംരംഭത്തെ കുറിച്ച് ചിന്തിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പലരും വീടിനകത്ത് അവരുടേതായ ജീവിതത്തിലേക്ക് അങ്ങനെ ഒതുങ്ങി ജീവിക്കാം. പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ടത് പുരുഷന്മാരെ വനിതകളെ പറ്റിക്കാണോ എന്നുവെച്ചാൽ വനിതാ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രോത്സാഹനം കിട്ടണം. നിങ്ങൾ ഓരോ സംരംഭം പരിശീലനത്തിനൊക്കെ ഭാഗമാവണം. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പണി നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. അതേസമയം ഭൂരിഭാഗം പുരുഷന്മാരും വരുന്നു, ജോലി കഴിഞ്ഞ് വലിയ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, TV ഡിബേറ്റ് കാണുന്നു, രാഷ്ട്രീയം പറയുന്നു, ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതിനൊന്നും ഒരു ഔട്ട്പുട്ട് ഇല്ല. തലച്ചോറ് വെച്ച് ഇങ്ങനെ വർക്ക് ചെയ്യണം. പക്ഷെ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നത് ആരാ? വനിതകളാണ്. പരിശീലനം പൂർത്തിയാക്കിയ 89 വനിതകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. നബാർഡ് DDM രാകേഷ്, ശരത് ശങ്കർ എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. EDS ജീവനക്കാരായ മുസ്തഫ, ജ്യോതി, ഷൈനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. EDS പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാനകി P അധ്യക്ഷയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരവും